എന്താ സമ്പന്നനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഉണ്ടാവുക എന്നാണ് ഒരർത്ഥം. എന്താണ് ധാരാളമായിട്ട് പ്രഹ്ലാദനുണ്ടായിരുന്നത്? ഭാവസമ്പന്നതയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഭാവസമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനോടുള്ള ഭാവം കൊണ്ട് ആ പ്രഹ്ലാദൻ സമ്പന്നനായിരുന്നു. അപ്പൊ ഭാവം 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 എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തരത്തിലുള്ള ഭവരോഗങ്ങളെയും നശിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് ശരിക്ക് ഭാവം ഭാവം എന്ന് പറയും. ഭവരോഗത്തിന് സ്വതവേ വൈദ്യന്മാരടുത്തൊന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഏത് വൈദ്യരോട് വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ, എന്താ രോഗം? എനിക്ക് ഭവരോഗമാണ്, മരുന്ന് തരാമോ? ഇതിൽ നേരം ആ വൈദ്യൻ ആലോചിക്കും. എന്നിട്ട് പറയും, ഞാൻ അങ്ങനെ ഒരു രോഗം ഇതേ വരെ കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കാത്ത ഒരു രോഗത്തിന്, ഞാൻ പഠിക്കാത്ത ഒരു രോഗത്തിന് മരുന്ന് തരാനോ ചികിത്സിക്കാനോ ഒന്നും എന്നെ കൊണ്ട് സാധ്യമല്ല. വേറെ ഏതെങ്കിലും ആൾക്കാരെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് വൈദ്യന്മാര് രോഗിയെ തിരിച്ചയക്കും. അങ്ങനെയുള്ള ഒരു രോഗത്തിൻ്റെ പേരാണ് ഭവരോഗം. ആരെയാ ഭവരോഗം ബാധിച്ചത്? ആ ചോദ്യം അങ്ങനെയല്ല ശരിക്ക് ചോദിക്കേണ്ടതെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ആരെയാണ് ഭവരോഗം ബാധിക്കാത്തത് എന്ന് ചോദിക്കാവും. ശരി, ലോകത്തിലുള്ള ഒരുവിധം എല്ലാ മനുഷ്യരെയും ബാധിച്ചിരിക്കുന്ന ഈ രോഗത്തിൻ്റെ പേരാണ് ഭവരോഗം. അപ്പം നമുക്കൊക്കെ ഭവരോഗം ഉണ്ടോ? യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ രോഗമുണ്ട്. ഇനി അതിനു വേണ്ടി എവിടെയും പോയിട്ട് പരീക്ഷണങ്ങളോ പരിശോധനകളോ ഒന്നും നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം നമ്മളെല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഈ രോഗം എങ്ങനെയാണത്രേ? എത്ര വേഗം അത് ബാധിക്കല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ആ ഭവരോഗത്തിനുള്ള ഏറ്റവും നല്ല ഔഷധത്തിന്റെ പേരാണ് ഭാവം ഭാവം ഭാവം. ആ ഭാവം എന്ന വാക്കിന്റെ മുന്നിലായിട്ട് രണ്ടക്ഷരം കൂടി ചേർത്താൽ അത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ പേരാണ് ഭക്തിഭാവം. അപ്പോൾ ഭവരോഗത്തിനുള്ള മരുന്നിൻ്റെ പേരാണ് ഭക്തിഭാവം. നാരദ മഹർഷിയാണ് ഈ ഭക്തിയെ ഒരു ശാസ്ത്രമായിട്ട് വികസിപ്പിച്ചത്. അങ്ങനെ ഭക്തി എന്ന് പറയുന്ന തത്വത്തെ ഒരു ശാസ്ത്രമായിട്ട് വികസിപ്പിച്ച നാരദ മഹർഷി ആ ഭക്തി എന്താണ് എന്ന് മാലോകർക്ക് അറിയാൻ വേണ്ടി അനേകം സൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ സൂത്രങ്ങൾക്കാണ് നാരദ ഭക്തി സൂത്രങ്ങൾ എന്നാണ് പറയുക. എപ്പോഴെങ്കിലും നമുക്ക് അവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, നാരദ ഭക്തി സൂത്രങ്ങളൊക്കെ ഇതുപോലെ ഇരുന്ന് ഭാഗവതം പറയുന്നത് പോലെ ഇരുന്ന് എത്ര കാലം വേണമെങ്കിൽ ഇരുന്ന് പറയാം. അപ്പോൾ ഒരു ശാസ്ത്രം പറയുന്ന സമയത്ത് അതിൽ ഓരോരോ പദങ്ങളെയും വളരെ കൃത്യമായി ശാസ്ത്രീയമായിട്ട് നിർവചിക്കണം എന്നാണ് പറയുക. അപ്പോൾ നാരദ മഹർഷി എന്താണ് ഭക്തി എന്ന ചോദ്യത്തിന് ആ സൂത്രത്തിൽ മറുപടി പറയുന്നുണ്ട്. അത് ഭഗവാനോട് തോന്നുന്ന ഒരു പരമമായ പ്രേമമാണ്. നാരദ മഹർഷിക്ക് ആ ഭഗവത് പ്രേമം നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വിചാരിച്ചു, ഈ ഭക്തി എന്താണെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയണമെങ്കിൽ അതിന് ശിഷ്യന്മാരിൽ കൂടെ അത് ലോകത്തിൽ പകർത്തുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നാരദന് രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് അത്രേ ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കേട്ട് ആ ഉദാനപാദ മഹാരാജാവിൻ്റെ പുത്രനായിരുന്ന ധ്രുവൻ. ആ ധ്രുവനിൽ കൂടെ ഭക്തി എന്താണെന്ന് ലോകത്തിന് കുറേ മനസ്സിലായി. അതേപോലെ നാരദ മഹർഷിയുടെ മറ്റൊരു ശിഷ്യനായിരുന്നു പ്രഹ്ലാദൻ. എപ്പോഴാണ് ഒരു ഗുരുവിന് നല്ല ശിഷ്യനെ കിട്ടുകയെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും കഴിയില്ല. ശ്രീശുബ്രഹ്മർഷിയുടെ കഥ നോക്കൂ. ശ്രീശുബ്രഹ്മർഷിക്ക് അദ്ദേഹം ഇങ്ങനെ പതിവ് പോലെ ഇങ്ങോട്ടോ നടന്നിങ്ങനെ പോവുകയാണ്. അങ്ങനെ ശ്രീശുബ്രഹ്മർഷി നടന്നു പോണ സമയത്താണ് അദ്ദേഹം നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയാം. ശ്രീശുബ്രഹ്മർഷി നടക്കുമ്പോൾ ഇടത്തോട്ടും നോക്കില്ല, വലത്തോട്ടും നോക്കില്ല, എങ്ങനെ നോക്കുള്ളൂ, നേരെ മുന്നിലേക്ക്. എങ്ങനെയാണ് പറയാൻ നോക്കുക? ശ്രീശുബ്രഹ്മർഷി കണ്ണ് നേരെ മുന്നിലേക്കായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണു വെച്ചുകൊണ്ടാണ് അത് നടക്കുക. ശ്രീശുബ്രഹ്മർഷി നടക്കുക, ഇടത്തോട്ടും കണ്ണ് തിരിയില്ല, വലത്തോട്ടും തിരിയില്ല. അതുകൊണ്ട് അദ്ദേഹം നടക്കുന്ന സമയത്ത് വഴിയിൽ എന്താണെന്നൊന്നും ഒന്നും കാണില്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നടത്തം. കണ്ടെപ്പോഴും ആ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും. ശരന്തുജീവം പരമേവ ലക്ഷ്യം. സാധാരണ സാധകന്മാരൊക്കെ എങ്ങനെയാണത്രേ? സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെ മുന്നിൽ ലക്ഷ്യമായി കണ്ടുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ ജീവനെ ആ പരബ്രഹ്മത്തോട് ചേർക്കാൻ വേണ്ടി ശരന്തുജീവം പരമേവ ലക്ഷ്യം,
അതേപോലെ ആയിരിക്കണം എന്നാണ് സാധകന്മാർ. ശ്രീനാരദ മഹർഷി അങ്ങനെയാണ്. തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാതെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന ആ ശ്രീനാരദ മഹർഷി ഒരിക്കൽ ആ യാത്രയുടെ ഇടയിലാണ് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടത്. ആ ഒരു സ്ത്രീ ഇങ്ങനെ ഉറക്കെ കരയുകയാണ്. ആ സ്ത്രീയുടെ കരച്ചിൽ കേട്ട സമയത്ത് നാരദ മഹർഷി നേരെ ആ സ്ത്രീയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നോക്കിയപ്പോൾ മനസ്സിലായി അത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയാണ്. കയാധു എന്നാണ് പേര്. അവിടെ അങ്ങനെ ആർത്ത് വിളിച്ച് കരയണം. നോക്കിയപ്പോൾ ആരോ ഒരാള് ഈ കയാധുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. നാരദ മഹർഷി അടുത്തേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ദേവേന്ദ്രനാണ് ആരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്. ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധുവിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവുകയാണ്. നാരദ മഹർഷി നേരെ മുന്നിൽ വന്നിട്ട് ആ ദേവേന്ദ്രനോട് ചോദിച്ചു, എവിടേക്കാ ഈ കയാധുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണത്? ഉടനെ ദേവേന്ദ്രൻ പറഞ്ഞു, നാരദ മഹർഷി, ഇത് ഹിരണ്യകശിപുവിൻ്റെ പത്നിയാണ്, ഇവൾ ഗർഭിണിയാണ്. ഹിരണ്യകശിപുവിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്വൈരല്യായി. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഹിരണ്യകശിപുവിനുണ്ടാകുന്ന മകൻ്റെ കഥ എന്തായിരിക്കും? അതുകൊണ്ട് ഇവളുടെ ഗർഭത്തിലിരിക്കുന്ന ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. നേരത്തെ നമ്മളൊരു കഥ കേട്ടില്ലേ, ദിതി ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് വജ്രായുധം കയ്യിലെടുത്ത് ആ കുഞ്ഞുങ്ങളെ 6 വെട്ടുവെട്ടി ഏകദേശം 49ഓളം കുഞ്ഞുങ്ങളെ ആക്കി മാറ്റിയയാളാണ്. ഗർഭത്തിൽ കയറിയിട്ട് ആ ശിശുവിനെ വെട്ടിക്കൊല്ലാനെന്ന് ഒരു മടിയും കാണിക്കാത്ത ആളാണ് ദേവേന്ദ്രൻ. അത് നാരദ മഹർഷിക്കും അറിയാം. അപ്പോൾ നാരദ മഹർഷി ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര, അങ്ങ് ആവശ്യമില്ലാത്ത ജോലിക്ക് മെനക്കെടരുത്. അങ്ങക്ക് എന്നല്ല, ലോകത്തിൽ ഒരാൾക്കും ഈ കുട്ടിയെ കൊല്ലാൻ കഴിയില്ല. മാത്രമല്ല, അങ്ങക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ത്രീയെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് നല്ലത്. നാരദ മഹർഷിക്ക് ദേവേന്ദ്രൻ്റെയും പരിചയമാണ്, ദേവേന്ദ്രന് നാരദ മഹർഷിയെ നല്ല പരിചയമാണ്. അപ്പോൾ നാരദ മഹർഷി വല്ലതൊന്നും പറഞ്ഞാൽ അത് കേൾക്കുകയാണ് നല്ലതെന്ന് ദേവേന്ദ്രൻ നല്ലതുപോലെ അറിയാം. ജീവനിൽ കൊതി കൊണ്ട ദേവേന്ദ്രൻ ആ കയാധുവിനെ അവിടെ ഉപേക്ഷിച്ചു, പേടിച്ച് ഓടിപ്പോയി. പൊട്ടിക്കരയുന്ന കയാധു നാരദ മഹർഷിയുടെ പദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എന്താണ് അങ്ങയ്ക്ക് പകരം തരേണ്ടതെന്ന് എനിക്കറിയില്ല. നാരദ മഹർഷി പറഞ്ഞു, എഴുന്നേൽക്കൂ, ഭവതി പേടിക്കേണ്ട. എനിക്കറിയാം ഭവതിയുടെ ഭർത്താവായിരിക്കുന്ന ഹിരണ്യകശിപു എത്രയോ കാലമായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മന്ദരപർവ്വതത്തിൽ. എന്നാ തപസ് കഴിഞ്ഞ് തിരിച്ചു വരാന്നറിയില്ല. പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ പറയണത്. ഇനി നിന്റെ ഭർത്താവ് തപസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഭവതിക്ക് എൻ്റെ ആശ്രമത്തിൽ സുഖമായിട്ട് താമസിക്കാം. ആരും ഭവതിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവിടെ നിന്നും വരില്ല എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഹിരണ്യകശിപുവിൻ്റെ പത്നിയായ കയാധുവിനെ തൻ്റെ ആശ്രമത്തിൽ താമസിപ്പിച്ചു. എന്നിട്ട് അവിടെ താമസിക്കുന്ന കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഈ കയാധു ഗർഭിണിയായതുകൊണ്ട് ആ ഗർഭത്തിലിരിക്കുന്ന ആ ശിശുവായ പ്രഹ്ലാദൻ കേൾക്കാൻ വേണ്ടി നാരദ മഹർഷി ഭാഗവതം നന്നായിട്ട് പാടിക്കൊടുത്തു. മാത്രമല്ല, അദ്ദേഹം ഭാഗവതം ശരിക്കും പാടുകയാണ് ചെയ്യുക. സാധാരണ നമ്മളൊക്കെ ഭാഗവതം വായിക്കുകയാണല്ലോ ചെയ്യും. അപ്പോൾ നാരദ മഹർഷി ആ വീണ കയ്യിലെടുക്കും. ആ വീണ കയ്യിലെടുത്ത് വീണ വീട്ടിയിട്ടാണ് ഭാഗവതം മുഴുവനും ആ സ്ത്രീയെ കേൾപ്പിച്ചത്. അപ്പോൾ ആ സ്ത്രീ മാത്രമല്ല ഭാഗവതം കേട്ടത്, ആ കയാധുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രഹ്ലാദനെന്ന് ഭാവിയിൽ അറിയപ്പെട്ട ആ കുട്ടിയും ഭാഗവതം മുഴുവനും കേട്ടു. ഏതെല്ലാം തരത്തിലാണ് ശിഷ്യഗണങ്ങളെ ഈ നാരദ മഹർഷി വാർത്തെടുക്കണതല്ലേ. അങ്ങനെയാണ് നാരദ മഹർഷിയുടെ ശിഷ്യനായിട്ട് മാറിയത് ഈ പ്രഹ്ലാദൻ. എന്തിനു വേണ്ടിയിട്ടാണ്? താൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ നാരദ ഭക്തി സൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം നാരദ ഭക്തി സൂത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാം, വ്യാഖ്യാനങ്ങളൊക്കെ കിട്ടാറുണ്ട്, അർത്ഥത്തെ പറ്റിയിട്ട് നമുക്ക് പരിചിന്തനം ചെയ്യാം. അപ്പോൾ ആ നാരദ ഭക്തി സൂത്രങ്ങൾ മുഴുവനും വായിച്ചാൽ നമുക്ക് സംശയം തോന്നും, ഇതിൽ പറയുന്നത് പോലെ വല്ലവരും ഈ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് നമുക്കിങ്ങനെ സംശയം തോന്നും. ആ സംശയത്തിൻ്റെ മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രഹ്ലാദൻ്റെ കഥ. അപ്പോൾ പ്രഹ്ലാദനാക്കി മാറ്റിയത് നാരദ മഹർഷിയാണ്. അതുകൊണ്ടാണ് സാധാരണ പ്രഭാഷണമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആദ്യം തന്നെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ ഗുരുവന്ദനമാകുന്ന ശ്ലോകം ചൊല്ലിയിട്ടാണ് പല
പല ആൾക്കാരും എന്തെങ്കിലും സക്രമങ്ങളൊക്കെ തുടങ്ങാറുള്ളത്. എന്താ കാരണം? ഭാരതീയരായ ആൾക്കാർ എന്നും ഗുരുവിന് അത്രയേറെ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പിന്നീട് ജനിച്ചു. ആ ഹിരണ്യകശിപുവിന് കുറേ കുട്ടികളുണ്ടായിരുന്നു എന്നാണ് ശിശുബ്രഹ്മർഷി പറയുന്നത്. ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ, കുറേ കുട്ടികളുണ്ടായി. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ കഥകളൊന്നും ശിശുബ്രഹ്മർഷി ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രഹ്ലാദോഭൂൻ മഹാംസ്തേഷ, അതിൽ ഏറ്റവും മഹാനായിട്ട് വളർന്ന പ്രഹ്ലാദന്റെ കഥയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ശിശുബ്രഹ്മർഷി വളരെയേറെ വിസ്തരിച്ച് പറയുന്നത്. ആ കുട്ടിയുടെ കഥ എത്രയെത്ര കേട്ടാലും നമുക്ക് മതിവരില്ല. അനേകം ശ്ലോകങ്ങളാണ് പ്രഹ്ലാദനെ വർണ്ണിക്കാൻ വേണ്ടി ശിശുബ്രഹ്മർഷി ഈ ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നത്. എന്താ കാരണം? അത് ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ എത്രയോ എത്രയോ അനന്തമായിരിക്കുന്ന കല്യാണ ഗുണങ്ങളാണത്രേ ഈ പ്രഹ്ലാദന് ഉണ്ടായിരുന്നത്. കല്യാണ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനെ പ്രാപിക്കാനുള്ള ഗുണങ്ങൾക്കാണ് ശരിക്കും കല്യാണ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ. കല്യാണമായിട്ടുള്ള ബന്ധമൊന്നുമില്ല, വിവാഹമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഭഗവാനെ പ്രാപിക്കാനുള്ള നിരവധി ഗുണങ്ങൾക്കാണ് സ്വതവേ ഭാഗവതത്തിൻ്റെ ഭാഷയിൽ കല്യാണ ഗുണങ്ങൾ എന്ന് പറയും. അനന്തമായിരിക്കുന്ന എണ്ണിയാലും 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 തീരാത്ത അത്രയേറെ ഗുണങ്ങളാണത്രേ ഈ പ്രഹ്ലാദന് ഉണ്ടായിരുന്നത്. സാധാരണ കുട്ടികളൊക്കെ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ കളിച്ചു നടക്കുകയാണ് ചെയ്യുകയെങ്കിൽ അച്ഛൻ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ പ്രഹ്ലാദന് കൊടുത്തിരുന്നു. പക്ഷേ ശിശുബ്രഹ്മർഷി പറയുന്നുണ്ട്, ന്യസ്തക്രീഡനകോ ബാലഃ. ക്രീഡനകം എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങളാണ്. ഈ കുട്ടിക്ക് 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സൊക്കെ ഉള്ള പ്രായത്തിൽ യാതൊരു കളിപ്പാട്ടങ്ങളോടും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്തേ കാരണം? കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. കൃഷ്ണഗ്രഹഗൃഹീതാത്മാ എന്നുള്ളതിന് വ്യാഖ്യാതാക്കൾ ധാരാളം വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലല്ലേ എന്താ ഗ്രഹം. ഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാരെ എന്താ പറയുക, മരിച്ചുപോയ ചില ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ കയറിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? ആ മരിച്ചുപോയ ആൾ സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കും. ഇതിനൊക്കെയാണ് ശരിക്കും ഗ്രഹം എന്നൊക്കെ പറയാം. അപ്പോൾ മറ്റേ ആൾ സംസാരിക്കുന്ന പോലെയാണ് ഇയാൾ സംസാരിക്കുക. ഇതേപോലെ കൃഷ്ണനാകുന്ന ഒരു ഗ്രഹമാണ് ആരെ ബാധിച്ചത്? പ്രഹ്ലാദനെ ബാധിച്ചത്. കൃഷ്ണനാകുന്ന ഗ്രഹം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എങ്ങനെയായിരിക്കും? കൃഷ്ണൻ നടക്കുന്നത് പോലെ നടക്കുക, കൃഷ്ണൻ ചെയ്യുന്നത് പോലെ ലീലകളെ കാണുക, കൃഷ്ണൻ ചെയ്യുന്നത് പോലെ നൃത്തം ചെയ്യുക. അമ്മ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമത്രേ. കൊട്ടാരത്തിൽ പണ്ട് അമ്പാടിയിൽ എങ്ങനെയാണോ യശോദ ശ്രീകൃഷ്ണന്റെ നൃത്തം നോക്കി നിന്നത്, അതേപോലെയാണ് കയാധു ആരുടെ നൃത്തം നോക്കി നിന്നത്? പ്രഹ്ലാദന്റെ നൃത്തം നോക്കി നിന്നത്. അതിമനോഹരമായിട്ട് ആ കുട്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ നൃത്തം വയ്ക്കും. കുചിത് രുദതി. ചിലപ്പോൾ കാണാം ആ പ്രഹ്ലാദൻ പൊട്ടിക്കരയുന്നത് കാണാം. ചിലപ്പോൾ കാണാം കുചിത് ഹസതി. ഹസതി എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന അർത്ഥം. ചിലപ്പോൾ കാണാം പ്രഹ്ലാദൻ എന്ത് ചെയ്യും? നന്നായിട്ട് ചിരിക്കുന്നത് കാണാം. ചിലപ്പോൾ കാണാം ഉദ്ഗായതി കൊലിൽ. ഭഗവാന്റെ നാമങ്ങൾ ഹരേ നാരായണ 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 ഹരേ നാരായണ. ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ആ കൊട്ടാരത്തിലെ എല്ലാ മുറികളിലും ആ കൊച്ചുകുട്ടി നൃത്തം ചെയ്ത് പാട്ടുപാടി നടക്കുന്നത് എത്രയോ തവണ ആ അമ്മ കാണാറുണ്ട്. ഹിരണ്യകശിപുവും അത് കുറേ നേരം നോക്കി നിന്നു അത്രേ. ഹിരണ്യകശിപു ആലോചിച്ചു, എന്തേ ഇവൻ ഇങ്ങനെയായി പോയത്? ഹിരണ്യകശിപുവിന് സ്വന്തം മകനായതുകൊണ്ട് ആ കുട്ടിയെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ആ പ്രഹ്ലാദന്റെ ഭക്തി കണ്ട് ആകെ വിഷമിച്ച ഹിരണ്യകശിപുവിനോട് ചിലര് പറഞ്ഞു, ഗുരുകുലത്തിൽ താമസിപ്പിച്ചാൽ മതി, എന്നാൽ എന്നാ നേരെയാവുന്നു. അങ്ങനെ ഷണ്ടാവർക്കന്മാരാകുന്ന 2 ഗുരുപുത്രന്മാരാണ് പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. കുറേ ദിവസം കൊണ്ട് എന്തൊക്കെയോ പ്രഹ്ലാദനോട് ഇരുന്നു. അത് കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഹിരണ്യകശിപു ചോദിച്ചു, നീ കുറേ ദിവസം ഗുരുകുലവാസമൊക്കെ ചെയ്തല്ലോ, ഇപ്പോൾ നിന്റെ മനസ്സൊക്കെ മാറിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോട് പറഞ്ഞു തരണം. ഉടനെ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് ഒറ്റ കാര്യം പറയാണ്.
തപസ്സൊക്കെ കഴിഞ്ഞ് ബ്രഹ്മാവിൽ നിന്ന് നിരവധി വരങ്ങളൊക്കെ വാങ്ങി വന്ന ആളാണ് ഈ ഹിരണ്യകശിപു. എന്നിട്ട് ഹിരണ്യകശിപു അംഗമാരോപ്യ നേരെ ആ പ്രഹ്ലാദനെ മടിയിലെടുത്ത് വെച്ചിട്ടാണ് നീ പഠിച്ചതിൽ വെച്ച് നല്ലതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛൻ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തീരെ ശരിയാണെന്ന് തോന്നുന്നില്ല. അതെന്താ പ്രഹ്ലാദ, അച്ഛൻ ശരിക്കും എവിടെയാണ് ഇരിക്കേണ്ടതെന്നറിയോ? എവിടെയാ? അച്ഛൻ കാട്ടിൽ പോയിരിക്കണം. എന്താ കാരണം എന്നറിയോ? ഹിത്വാ ആത്മവാദം ഗൃഹമന്ധരൂപം. അച്ഛന് ആത്മവാദം ഉണ്ടാവും, അച്ഛൻ പൂർണ്ണമായിട്ടും നശിച്ചു പോവും. എവിടെ ഇരുന്നാൽ ഗൃഹമാകുന്ന ഈ അന്ധരൂപത്തിൽ. അച്ഛൻ കൊട്ടാരമാണെന്ന് വിചാരിക്കുന്ന ഈ വലിയ കൊട്ടാരം നിലത്തൊക്കെ രത്നങ്ങളാണ് അത്രയും പതിച്ചിരിക്കുന്നത്. ഇത്ര മനോഹരമായ വിലപിടിച്ച ഈ കൊട്ടാരം വാസ്തവത്തിൽ ഇതൊരു പൊട്ടക്കിണറാണ്. അതുകൊണ്ട് എനിക്ക് അച്ഛനോട് പറയാനുള്ളത്, ഈ കൊട്ടാരമാകുന്ന അന്ധരൂപത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് വനം ഗതോ യദ്ഹരിമാശ്രയേത, അച്ഛനെ കാട്ടിൽ പോയിട്ട് ശ്രീഹരിയെ നല്ലതുപോലെ ആശ്രയിക്കണം. ഇതാണ് ഞാൻ പഠിച്ച ഏറ്റവും നല്ല പാഠം. ഇത് കേട്ട സമയത്ത് ജഹാസ പറഞ്ഞ എന്താ? ഹിരണ്യകശിപു നന്നായിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് ഈ ഗുരുപുത്രന്മാരോട് ചോദിച്ചു, നിങ്ങളാണോ ഇവനെ ഇതൊക്കെ പഠിപ്പിച്ചത്? അയ്യോ, ഞങ്ങളൊന്നുമല്ല പഠിപ്പിച്ചത്. പിന്നെ ആരാണ് പഠിപ്പിച്ചതെന്ന് അറിയില്ല. പ്രഹ്ലാദനോട് ചോദിച്ചു, വത്സ പ്രഹ്ലാദ ഭദ്രത്തെ സത്യം കഥയ മാപുഷ. പ്രഹ്ലാദ, നീ എന്നോട് സത്യം പറയണം, കളവ് പറയരുത്. നിനക്ക് എങ്ങനെ ഇങ്ങനെ ബുദ്ധി ഉണ്ടായി? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛനെ പറഞ്ഞതിൻ്റെ ശരിയല്ല. സ്വഹ പരഹ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഹ്ലാദൻ പറയുന്ന വാക്കുകളിൽ ഏറ്റവും 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 പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇത്. എന്ത്? സ്വഹ പരഹ എന്ന് ചിന്തിക്കുന്നവന് അധോഗതിയെ ഉണ്ടാവുകയുള്ളൂ. എന്താ അതിൻ്റെ അർത്ഥം? സ്വഹ പറഞ്ഞാൽ സ്വന്തം എന്നർത്ഥം, പരഹ പറഞ്ഞാൽ അന്യൻ എന്നർത്ഥം. ഞാനെന്നും അന്യനെന്നും ആരാണോ വിചാരിച്ച് ജീവിക്കുന്നത് അത് തെറ്റായ ബുദ്ധിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനെന്നും അന്യനെന്നും വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. ഭഗവാന്റെ മായ കൊണ്ടാണ് മനുഷ്യരൊക്കെ ഞാനെന്നും അന്യനെന്നും വിചാരിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എപ്പോഴും ചക്രവാണിയായിരിക്കുന്ന ഭഗവാനിലേക്ക് തന്നെ ആകർഷിക്കുകയാണ്. അച്ഛൻ കാന്തം കാണാറില്ലേ? ഹിരണ്യകശിപുവിനെ കേട്ടിരുന്നു. കാന്തോ? ആ കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പ് വെച്ചാൽ സ്വയം ആകർഷസന്നിധവും. ആകർഷം പറഞ്ഞാൽ കാന്തമാണ്. ആ കാന്തം അതിൻ്റെ അടുത്ത് ഇരുമ്പ് തിരി വെച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ വസ്തുക്കളൊക്കെ എങ്ങനെയാണോ ആ കാന്തത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കപ്പെടുന്നത്, ഇതേപോലെ എന്തോ കാരണം കൊണ്ട് എൻ്റെ മനസ്സ് സാക്ഷാൽ ശ്രീഹരിയായിരിക്കുന്ന ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരദ മഹർഷിയാണ് വാസ്തവത്തിൽ ഈ കഥകളൊക്കെ പണ്ഡിതന്മാരിൽ പ്രധാനിയായ ധർമ്മപുത്ര മഹാരാജാവിനും രാജസൂയയജ്ഞത്തിൽ വന്നിരിക്കുന്ന എത്രയോ ഭക്തകോടികൾക്കും നാരദ മഹർഷിയാണ് ഈ നരസിംഹാവതാര കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥയാണ് പിന്നീട് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ പറഞ്ഞു കൊടുത്തത്. അപ്പം ഇത് കേട്ട സമയത്ത് നാരദ മഹർഷി ആ കഥ തുടരുകയാണ്. ഹിരണ്യകശിപു പ്രഹ്ലാദനോട് പറഞ്ഞു, ദൈവേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമഃ. അസുരന്മാരാകുന്ന ചന്ദനവനത്തിൽ ഉണ്ടായ ഒരു വൃക്ഷമാണ്, വളരെ മോശമായ ഒരു വൃക്ഷമാണ് ഈ പ്രഹ്ലാദൻ. അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും നന്നായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഗുരുകുലത്തിൽ കുറേ ദിവസം ഗുരുക്കന്മാർ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഇതേപോലെ തിരിച്ചു വന്നു. അമ്മയുടെ അടുത്ത് വന്നു. അമ്മ നല്ല ഭക്ഷണമൊക്കെ ആ പ്രഹ്ലാദന് കൊടുത്തു. അമ്മ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദനോട് പറഞ്ഞു, അതെ നാട് നീ അച്ഛനോട് എന്താ പറഞ്ഞത്? കാട്ടിൽ പോകണം, ശ്രീഹരിയെ ഉപാസിക്കണം, ഇങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത്? നീ പോയി കഴിഞ്ഞിട്ട് നിന്നെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത് പറയൂ. എനിക്ക് പേടിയാവുക. നിന്റെ അച്ഛനെ നിനക്ക് ശരിക്കും അറിയില്ല. അതുകൊണ്ട്
അച്ഛനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, നല്ല രീതിയിൽ സംസാരിക്കണം. ഊണ് കഴിക്കുന്ന പ്രഹ്ലാദൻ പറഞ്ഞ, അമ്മേ ഞാൻ നല്ല രീതിയിൽ അച്ഛനോട് സംസാരിക്കാം. നല്ല സന്തോഷമായി, അയാളുടെ സന്തോഷമായി. ഊണ് കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ കഴുകി പ്രഹ്ലാദൻ നേരെ അമ്മ പറഞ്ഞ അച്ഛനത അവിടെ ആ മുറിയിൽ നിന്നെ കാത്തിരിക്കുകയാണ്. നേരെ ചെന്നു. പാതയോ പതിതം ബാലം പ്രതിനന്ദ്യാശിഷാസുര. ദൂരെ നിന്ന് ഹിരണ്യകശിപു നോക്കി നന്നായിട്ട് അലങ്കരിച്ചിട്ടത്രേ. ആരെ എന്നത്തെ പറഞ്ഞില്ലേ, യശോദ എങ്ങനെയാണോ അമ്പാടിക്കണ്ണനെ അലങ്കരിക്കുന്നത്, ഇതേപോലെ മാതൃമൃഷ്ടം അലംകൃതം കയാതു ആ ഉണ്ണിയെ നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഊണൊക്കെ കൊടുത്തത്. വളരെ സന്തോഷത്തോടെ ആ പ്രഹ്ലാദൻ ദുരയിൽ നിന്ന് നടന്നു വരുന്നത് ആര് കണ്ടു? ഹിരണ്യകശിപു കണ്ടു. എന്നിട്ട് എന്താ പ്രഹ്ലാദൻ ചെയ്തതെന്നല്ലേ? പാതയോ പതിതം ബാലം. ആ ഹിരണ്യകശിപുവിൻ്റെ തൻ്റെ അച്ഛനായതുകൊണ്ട് ആ ഹിരണ്യകശിപുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പ്രതിനന്ദ്യ ആശിഷാസുര. ഹിരണ്യകശിപു പ്രഹ്ലാദനെ വാരിക്കോരിയെടുത്തു. എന്നിട്ട് പരിശ്രുത്യ ചിരം. ശിശുബ്രഹ്മർഷി പറയാണ്, പരീക്ഷത്തെ കുറേ നേരം ഹിരണ്യകശിപു ആ പ്രഹ്ലാദനെ മടിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. ദോർഭ്യാം പരമാമാപനൃപയും. പ്രഹ്ലാദനെ മടിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചപ്പോൾ ഹിരണ്യകശിപുവിന് പരമാമാപനൃപയും പരമാനന്ദമുണ്ടായി. ഹിരണ്യകശിപു ആലോചിച്ചു, പണ്ട് ഞാൻ എവിടെയായിരുന്നു? ഞാൻ പണ്ട് വൈകുണ്ഠ ലോകത്തിലായിരുന്നു. അവിടെ എന്തൊരു പരമാനന്ദമായിരുന്നു. എപ്പോൾ നോക്കിയാലും ഭഗവാനെ കാണാം. കാരണം ഗോപുരത്തിലായിരുന്നു എൻ്റെ ജോലി. അവിടെ ഞാനും ഉണ്ടായിരുന്നു, വിജയനും ഉണ്ടായിരുന്നു. ജയവിജയന്മാരായ ഞങ്ങൾ ആ ഗോപുരദ്വാരത്തിൽ കാവൽക്കാരായിട്ട് നിൽക്കും. എന്തൊരു പരമാനന്ദമായിരുന്നു എന്ന് പറയും. എപ്പോഴും ഭഗവാനെ കാണാം. ഗോപുരത്തിൽ നിന്ന് ഇടയ്ക്കൊന്ന് അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ വലിയ സിംഹാസനത്തിലിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണും. പിന്നെ വീണ്ടും ഇവിടെ വരും. എത്രയോ തവണ ഭഗവാനെ കാണാൻ കഴിഞ്ഞു. എന്നും നിരവധി തവണ ആ മഹാവിഷ്ണുവിനെ നമസ്കരിക്കാൻ കഴിഞ്ഞു. എന്തൊരു പരമാനന്ദമായിരുന്നു അവിടുത്തെ ജീവിതമല്ലേ. അതെന്നും അവിടെ ഇരുന്ന് ഞാൻ ഇതേപോലെ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന നാവ് കൊണ്ട് എത്രയോ നാമം ജപിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സനകാദി യോഗീശ്വരന്മാര് അവിടെ വന്ന് എനിക്കൊരു ശാപം തന്നു. അങ്ങനെയാണല്ലോ ഞാനും ആ വിജയനും കൂടി ഭൂമിയിലേക്ക് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് വന്ന് ജനിച്ചു. ഹിരണ്യാക്ഷനെ ഭഗവാൻ നിഗ്രഹിച്ചു. എൻ്റെ കാര്യം ഹിരണ്യകശിപുവിൻ്റെ മൂർധനി അശ്രുവലാംബുവിഹി. ഭഗവാനെ പറ്റി ഓർത്തപ്പോഴാണ് ഹിരണ്യകശിപുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതാണ് ഭാഗവതർ പറയും, ഈ ഏതെങ്കിലും ഒരു ഭാഗവതരെ നമ്മളൊന്ന് തൊട്ടാൽ മതി, മനസ്സിലേക്ക് ഭാഗവതല്ലാതെ ഒരു ഓർമ്മ വരില്ലാതെ. ആ ഉണ്ണിയെ മടിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും തൻ്റെ പൂർവജന്മസ്മൃതിയും ഭഗവത് സ്മൃതിയും ഒക്കെ ഹിരണ്യകശിപുവിൻ്റെ മനസ്സിലേക്ക് വന്നു. ഹിരണ്യകശിപു തൻ്റെ കണ്ണീര് കൊണ്ട് ആസിഞ്ചൻ, എന്താ അർത്ഥം? മടിയിലിരിക്കുന്ന പ്രഹ്ലാദൻ്റെ ആ മുടി മുഴുവനും നന്നായിട്ട് അഭിഷേകം ചെയ്തു. വികസത് ഭദ്രം. അത് കഴിഞ്ഞാൽ കൈകൊണ്ട് ആ താടി പിടിച്ച് ഒന്ന് നോക്കി. എത്ര മനോഹരമായ തിരുമുഖമാണല്ലേ. എൻ്റെ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്തയാളാണ്, എന്നേക്കാളും ഭാഗ്യം ചെയ്തയാളാണ്. അങ്ങനെ ആ പ്രഹ്ലാദൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്നാണ് ഹിരണ്യകശിപുവിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നത്. ഭഗവാൻ അന്ന് വരുന്ന സമയത്ത് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ചേരാം, പോവാതിരിക്കാൻ നിവൃത്തിയില്ല. മഹാത്മാക്കളുടെ ശാപം കിട്ടിയതുകൊണ്ട് 3 ജന്മങ്ങളിൽ നിനക്ക് അതുപോലെ വിജയന് അസുരനായിട്ട് പിറന്നേ പറ്റൂ. പക്ഷേ ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഇനി ഭൂമിയിൽ ഏതെങ്കിലും അസുരനായിട്ട് പിറക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഭക്തി കയറി വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഞാൻ അങ്ങനെ നിന്റെ അടുത്തേക്ക് വരില്ല. നീ എന്നെ ശത്രുഭാവത്തിൽ തന്നെ ഉപാസിക്കണം. മനസ്സിലായോ? ജയൻ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്നാലത് മനസ്സിലാക്കണം. എന്നെ നീ സംരംഭസംഭൃതസമാധ്യനുബദ്ധയോഗോ, നീ എന്റെ ശത്രുഭാവത്തിൽ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ. ഇതെന്റെ ആജ്ഞയാണ്.
പെട്ടെന്നാണ് ആ ഭഗവാന്റെ വാക്ക് ഹിരണ്യകശിപു ഓർത്തത്. നാരദ മഹർഷി പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, അങ്ങ് ഈ കഥ കേൾക്കുന്നില്ലേ? ഇത്തിരി നേരം ഭക്തിഭാവത്തിൽ മുഴുകിയിരുന്ന കണ്ണീരൊലിപ്പിച്ചിരുന്ന ഹിരണ്യകശിപു പെട്ടെന്ന് ആ കുട്ടിയോട് ചോദിച്ചു, അല്ല, ഞാൻ നിന്നെ വടിയിൽ വെച്ചത് എന്തിനാണെന്നറിയോ? അച്ഛൻ കുറേ നേരമായാലും എന്നെങ്ങനെ വടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കണം. എന്താ വെച്ചാ അനുച്ഛിത. അതെ, ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയോ? ചോദിച്ചോളൂ. ഞാൻ എന്താ ചോദിക്കാൻ പോണത് അറിയോ? ചിഞ്ചിത് ഉത്തമം, എന്തെങ്കിലും ഒരു ഉത്തമമായ കാര്യം നീ പറയണം. കാലേ നേതാവത് ആയുഷ്മൻ തലയിലെ കൈവച്ചിട്ട് നല്ലതുപോലെ ഹിരണ്യകശിപു ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ കുട്ടി എന്തെങ്കിലും മരിക്കോ? പിന്നീടാണ് പലതവണ കുട്ടിയെ കൊല്ലാൻ വേണ്ടി നോക്കണം. ഹിരണ്യകശിപു പറഞ്ഞു, ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ, ധാരാളം ആയുസ്സുണ്ടാവട്ടെ. അതുകൊണ്ട് നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പാഠം കേൾക്കണം എന്ന് അച്ഛന് വലിയ ആഗ്രഹമുണ്ട്. കേൾക്കട്ടെ. ഉടനെ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ മനസ്സിലുള്ള ഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയത്രേ. എന്തിനാണ് അച്ഛൻ കരഞ്ഞത് എന്ന് മനസ്സിലായി. അച്ഛൻ്റെ കണ്ണീരുകൊണ്ട് എൻ്റെ തലമുടി എന്തിനാണ് നനച്ചതെന്ന് മനസ്സിലായി. അതുകൊണ്ട് അച്ഛന് ഭാഗവതം പറഞ്ഞു കൊടുക്കാം എന്ന് തീരുമാനിച്ച് 2 ശ്ലോകങ്ങളെ കൊണ്ട് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന് ഭാഗവതം നന്നായിട്ട് സംഗ്രഹിച്ച് പറഞ്ഞു കൊടുത്തു. 4 ശ്ലോകം കൊണ്ടാണ് സാക്ഷാൽ മഹാവിഷ്ണു ബ്രഹ്മാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തതെങ്കിൽ പ്രഹ്ലാദന് അത്രയും വേണ്ടി വന്നില്ല, 2 ശ്ലോകം. അതുകൊണ്ടാണ് ഈ 2 ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതം വ്യാഖ്യാനിച്ച എത്രയോ വ്യാഖ്യാതാക്കൾ എത്രയോ പേജുകളിലാണ് ഈ 2 ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചത്. എന്തായിരുന്നു ആ 2 ശ്ലോകം? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യർത്ഥ തന്മന്യേധീതമുത്തമം. ഭക്തിയുടെ 9 ഭാവങ്ങളെ പറ്റിയാണ്, ശ്രവണ കീർത്തനങ്ങളെ പറ്റിയാണ് പ്രഹ്ലാദൻ അവിടെ ഇരുന്ന് ഹിരണ്യകശിപുവിന് പറഞ്ഞു കൊടുത്തത്. അത് കേട്ടപ്പോഴേക്കും അന്ധീകൃതാത്മാ സ്വൽസംഗാൽ നിരസ്യത മഹീതലേ, എന്റെ ശത്രുവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വിവിധ ഭാവങ്ങളെ കൊണ്ട് ഭജിക്കണം എന്നല്ലേ ഇവൻ പറഞ്ഞത്. പെട്ടെന്ന് ഹിരണ്യകശിപുവിന്റെ കണ്ണുകളൊക്കെ കലങ്ങി. മടിയിലുണ്ടായിരുന്ന ആ കുട്ടിയെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. കണ്ടവരൊക്കെ വിചാരിച്ചു ആ കുട്ടിയുടെ കഥ കഴിഞ്ഞു. അത്ര ശക്തിയായിരുന്നു ഹിരണ്യകശിപുവിന്റെ കൈകൾക്ക്. ദൂരെ നിന്ന് ഹിരണ്യകശിപു അവിടെ കണ്ടവരോടൊക്കെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇങ്ങനെയൊരു പുത്രനില്ല, എല്ലാ തരത്തിലും ഇവനെ കൊന്നുതരണം എന്ന് ആക്രോശിച്ചപ്പോഴാണ് ആരെല്ലാമോ അവിടെ വന്ന് ആ കൊച്ചുകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി പലതരത്തിലും കൊല്ലാൻ നോക്കി. വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിഞ്ഞു. പാമ്പുകളെ കൊണ്ട് മെടിപ്പിച്ചു നോക്കി, ആനകളെ കൊണ്ട് ചവിട്ടിപ്പിച്ചു നോക്കി, മണ്ണിൻ്റെ അടിയിൽ കുഴിയുണ്ടാക്കി കുഴിച്ചിട്ട് നോക്കി, ആഹാരം കൊടുക്കാതെ കുറേ ദിവസം ഇരുത്തി നോക്കി. എന്തെല്ലാം ചെയ്തിട്ടും ആ കുട്ടി മരിക്കുന്നില്ല. അപ്പോഴാണ് ഹിരണ്യകശിപു ആലോചിച്ചത്, പണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഞാൻ കുറേ വരങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അകത്തുനിന്ന് മരിക്കരുത്, പുറത്തുനിന്ന് മരിക്കരുത്, ആകാശത്തുനിന്ന് മരിക്കരുത്, ഭൂമിയിൽ നിന്ന് മരിക്കരുത്. ഞാനങ്ങനെ ബ്രഹ്മാവിനോട് വരങ്ങൾ ചോദിച്ചപ്പോൾ ഇതൊക്കെ എൻ്റെ പുത്രനും കിട്ടണമെന്ന് അറിയാതെ നാവുകൊണ്ട് പറഞ്ഞു പോയോ? അറിയില്ല. എന്താ എൻ്റെ പുത്രൻ മരിക്കാത്തത്? അപ്പോൾ ഹിരണ്യകശിപുവിന് മനസ്സിലായി, ഇതിനെല്ലാം കാരണം എൻ്റെ ഭാര്യയാണ്. അവളെ വിളിച്ചു, കയാധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീയാണ് ഈ പ്രഹ്ലാദൻ ഇങ്ങനെയായി തീരാൻ ഒരേ ഒരു കാരണം. അതുകൊണ്ട് നിന്റെ കൈകൊണ്ട് തന്നെ വിഷം കൊടുത്ത് നീ അവനെ കൊല്ലണം. ഏറ്റവും നല്ല ഒരു സ്വർണ്ണപാത്രത്തിൽ വിഷം നിറച്ച് ഹിരണ്യകശിപു നേരെ കയാധുവിൻ്റെ കയ്യിൽ കൊടുത്തു. ആ അമ്മയ്ക്ക് പറ്റണില്ല. ആ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ വറച്ചു നിൽക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഈ വിഷം ഞാൻ കഴിക്കാം. അമ്മയുടെ കയ്യിൽ നിന്ന് ആ പാനപാത്രം എടുത്ത് നിറയെ വിഷമാണതിൽ.
എന്നിട്ട് ആ വിഷം മുഴുവനും പ്രഹ്ലാദൻ കഴിക്കുമ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ് അത്രേ കഴിച്ചത്. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ പ്രസാദിച്ചാൽ ഏത് വിഷവും അമൃതായിട്ട് മാറും. ആ വിഷം മുഴുവനും അമൃതായിട്ട് മാറിയപ്പോഴെന്തായി? അമൃതപാനം ചെയ്തതിൻ്റെ ഒരു പരമാനന്ദത്തോടെയാണ് പിന്നീട് പ്രഹ്ലാദൻ നാമസങ്കീർത്തനങ്ങളുമായിട്ട് കൊട്ടാരത്തിൽ ഓടി നടന്നത്. ഹിരണ്യകശിപുവിന് അക്ഷരാർത്ഥത്തിൽ തലവേദനയായിത്രേ. എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ മരിക്കുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ല. എപ്പോഴും കാണാം താടിക്ക് കയ്യും കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം. അപ്പൊ അദ്ദേഹത്തെ ഉപദേശിക്കുന്ന കുറെ ആൾക്കാരൊന്നും പറഞ്ഞു, അങ്ങ് ചില ഭരണകാര്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നാൽ പറ്റില്ല. അങ്ങയുടെ പുത്രനെ കൊണ്ടാണ് അങ്ങക്ക് ഈ വിഷമം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ചെറിയ കുട്ടിയല്ലേ, 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാവും. അത് ബാല്യത്തിൽ ഉണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കി അങ്ങ് സമാധാനമായിട്ടിരിക്കണം. ഞങ്ങളൊരു ഉപായം പറയാം. ചിലപ്പോൾ വിഷ്ണുവിൻ്റെ ദൂതന്മാരാരെങ്കിലുമൊക്കെ ചാരന്മാരായിട്ട് വന്ന് അങ്ങയുടെ കുട്ടിക്ക് വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ കുട്ടിയെ അവിടെ ഇവിടെ ഒന്നും വിടണ്ട, കെട്ടിയിട്ട് പഠിപ്പിച്ചാൽ മതി. അങ്ങനെ ആ ഉപദേശങ്ങൾ പറയുന്നതനുസരിച്ചാണ് പിന്നെ പ്രഹ്ലാദനെ കെട്ടിയിട്ടിട്ടാണ് അത്രയെ പഠിപ്പിച്ചത്. നാരദ മഹർഷി കഥ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജസൂയ മഹായജ്ഞത്തിൽ വന്നുകൂടിയിരിക്കുന്ന എത്രയോ ഭക്തകോടികളാണ് നാരദ മഹർഷി പറയുന്ന നരസിംഹാവതാര കഥ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പിന്നീട് ആ കഥ തുടരുകയാണ്. നാരദ മഹർഷി പ്രഹ്ലാദനെ അവിടെ കെട്ടിയിട്ട കാലത്ത് ഗുരുപുത്രന്മാർ 2 പേരും ചണ്ടാമർക്കന്മാര് അവരുടെ വീട്ടിലെന്തോ ജോലി തന്നെ ചെയ്യാൻ വേണ്ടി കുറേ ദിവസം അവിടെ ഗുരുകുലത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഗുരുകുലത്തിൽ ആ ചണ്ടാമർക്കന്മാരില്ലാത്ത ഒരു സമയത്താണ് ഈ കൂട്ടുകാരെല്ലാവരും കൂടി പ്രഹ്ലാദന്റെ ചുറ്റും വന്നു. കെട്ടിയിട്ടിരിക്കുകയാണ് പ്രഹ്ലാദനെ. കൊച്ചു കൂട്ടുകാരാണ്. 4 വയസ്സുള്ളവര്, 5 വയസ്സുള്ളവര്, 6 വയസ്സുള്ളവരും അങ്ങനെയുള്ള കുറേ കൂട്ടുകാര്. ആ കൂട്ടുകാരൊക്കെ അധ്യാപകരൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ അവര് പ്രഹ്ലാദന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല, പാമ്പ് കടിച്ചാൽ ചാവില്ലേ? ചാവും. എന്നിട്ട് നീ എന്തേ ചാവാനോ? കുട്ടി ചിരിക്കാൻ തുടങ്ങി. ആന ചവിട്ടിയാൽ ചാവില്ലേ? ചാവും. നീ എന്തേ ചാവാനത്? അപ്പോഴും പ്രഹ്ലാദൻ ചിരിച്ചു. അല്ല, മണ്ണിൻകടിയിൽ കുഴിച്ചിട്ട് 4-5 മാസമൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ ആള് ചത്തുപോവില്ലേ? ചാവും. നീ എന്തേ ചാവാനോ? കൂട്ടുകാർക്ക് എന്താണ് കൊച്ചു കുട്ടിയുടെ മനസ്സുണ്ടെങ്കിലേ ഭാഗവതം മനസ്സിലാവുള്ളൂ എന്നാ പറയും. അതാണല്ലോ നമുക്കൊന്നും ഈ ഭാഗവതം മനസ്സിലാവുക. നമ്മൾ കുട്ടികളുടെ പ്രായമൊക്കെ കഴിഞ്ഞു. കൊച്ചു കുട്ടികൾക്കേ ഭാഗവതം മനസ്സിലാവുള്ളൂ. ഒരാൾക്കും ഈ ഭാഗവതം മനസ്സിലാവില്ല. പ്രഹ്ലാദന്റെ കൂടെയുള്ള കൊച്ചു കൂട്ടുകാര് മുഴുവനും വിസ്മയത്തോടെ എന്തൊക്കെ ചെയ്തിട്ടും നീ മരിച്ചില്ല, എന്താ കാരണം പറഞ്ഞു തരോ? എന്താണെന്നറിയോ, ഞങ്ങൾക്ക് പേടിയാ നിന്റെ അച്ഛനെ. ഞങ്ങൾ ഇതേപോലെ പാമ്പിനെ കൊണ്ട് കഴിപ്പിക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പേടിയാവും. അപ്പൊ നീ രക്ഷപ്പെട്ട മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ആ കൊച്ചു കുട്ടികളുടെ ഒരു ബുദ്ധിയോടെ ഈ കൂട്ടുകാരൊക്കെ പ്രഹ്ലാദനോട് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഓരോ തവണയും ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ. എല്ലാ കുട്ടികളും നിശബ്ദമായിരിക്കും. ഈ ഭാഗവതം കേൾക്കുമ്പോൾ നിശബ്ദമായിട്ട് കേൾക്കണമെന്നാണ് പറയാം. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ഏകാഗ്രമായ ബുദ്ധിയോടെ വേണം ഭാഗവതം കേൾക്കാൻ. പ്രഹ്ലാദൻ മനസ്സിലായി, എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന ഭാഗവതം മുഴുവനും കേൾക്കുവാൻ എൻ്റെ കൊച്ചു കൂട്ടുകാരി മുഴുവനും പാത്രമായി കഴിഞ്ഞു. മനസ്സിലായപ്പോഴാണ് പ്രഹ്ലാദൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഭാഗവതം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനേ പാടില്ല. നല്ല വിനയമുള്ള, നല്ല ശ്രദ്ധയുള്ള, നല്ല ഭക്തിയുള്ള തൻ്റെ എല്ലാ കൂട്ടുകാരോടും അവിടെ വെച്ചിട്ടാണ് പ്രഹ്ലാദൻ ഭാഗവത ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രഹ്ലാദൻ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, പ്രീണനായ മുകുന്ദസ്യ നവത്തം നവഹുജ്ഞത. ഈ മുകുന്ദനായിരിക്കുന്ന ഭഗവാൻ പ്രീതിപ്പെടാൻ പാണ്ഡിത്യം വേണ്ട,
ശാസ്ത്രങ്ങളൊന്നും പഠിക്കേണ്ടതില്ല, ദാനാദിധർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, തപസ് ചെയ്യേണ്ടതില്ല, ശൗചാദികൾ ചെയ്യേണ്ടതില്ല, വ്രതങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, ഇതൊന്നും ചെയ്യേണ്ടതില്ല. ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പ്രിയതേ അമലയാ ഭക്ത്യ ഹരിഹി അന്യത് വിഡംബനം. നിർമ്മലമായിരിക്കുന്ന ഭക്തിഭാവം ആർക്കാണോ ഉള്ളത്, ആ ഭക്തിഭാവം ഉള്ളവരുടെ നേരെയാണ് ഭഗവാൻ പ്രസാദിക്കുക. ആ ഭഗവാൻ പ്രസാദിക്കാൻ നിങ്ങളാകെ ചെയ്യേണ്ടത് ഗുരുശുശ്രൂഷ ചെയ്യുക, കിട്ടുന്നതെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക, സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ കഥ പറയുന്ന സമയത്ത് ശ്രദ്ധയോടെ ആ കഥ കേട്ടിരിക്കുക. ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചൈസ്തരം ഭക്തിയോടെ ജപിക്കുക എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ഭഗവാന്റെ തിരുനാമം ഹരേ നാരായണ 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 നാമത്തിന്റെ മഹിമയൊക്കെ പറഞ്ഞ് പ്രഹ്ലാദർക്ക് നാമം ജപിച്ചപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി ഈ നാമജപമാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം. എല്ലാ കൂട്ടുകാരും കൂടി പ്രഹ്ലാദന്റെ നേതൃത്വത്തിൽ എത്രയോ ഭക്തിയോടെ ഉച്ചത്തിൽ അവരെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗുരുത്തന്മാർ രണ്ടുപേരും ആ ഗുരുകുലത്തിൽ വന്നു നോക്കിയത്. അവർ പോണ സമയത്ത് അവിടെ ഒരു പ്രഹ്ലാദനെ ഉണ്ടായി. കുറേ ദിവസം കഴിഞ്ഞ് ഗുരുകുലത്തിൽ വന്ന് നോക്കിയപ്പോഴും അനേകം പ്രഹ്ലാദന്മാര്, എല്ലാ കൂട്ടുകാരും പ്രഹ്ലാദനെ പോലെ ആനന്ദ നൃത്തം വെച്ച് നാമസങ്കീർത്തനം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് പേടിയായി. ഞങ്ങളുടെ കഴുത്തിന്റെ മുകളിൽ ഇനി തല അധിക നേരം ഉണ്ടാവില്ല എന്ന് ഉറപ്പായ അവര് നേരെ ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ നിന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ശിക്ഷിക്കരുത്, ഞങ്ങളെ ശിക്ഷിക്കരുത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയണില്ല. ഇപ്പൊ ഗുരുകുലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല, ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് കിടക്കുന്ന അവരെ തട്ടി മാറ്റിക്കൊണ്ടാണ് ഹിരണ്യകശിപു എന്താണ് ഗുരുകുലത്തിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓടി വന്നു. ഇവിടെ വന്നു നോക്കിയ സമയത്ത് എന്താ, എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നു. ദേഷ്യം വന്ന ഹിരണ്യകശിപു പ്രഹ്ലാദനൊറ്റ വിളി, പ്രഹ്ലാദനുള്ള വിളി കേട്ടപ്പോഴേക്കും എല്ലാ കൂട്ടുകാരും നിശബ്ദരായി. എന്താ അവിടെ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. ഹിരണ്യകശിപു നേരെ പ്രഹ്ലാദന്റെ മുന്നിൽ വന്നു. ശിശുബ്രഹ്മർഷി പറയുന്നുണ്ട്, സർപ്പഹ പദാഹത ഇവ, കാലുകൊണ്ട് ചവിട്ടുകൊണ്ട സർപ്പത്തിനെ പോലെയാണ് ഇപ്പോ ഹിരണ്യകശിപുവിന്റെ നിൽപ്പ്. ഹേ ദുർവിനീത, നല്ല വിനയമുള്ള പ്രഹ്ലാദനെ വിളിച്ചത് ദുർവിനീത, വിനയം കെട്ടവനെ, മന്ദാത്മൻ, ബുദ്ധിയില്ലാത്തവനെ, കുലഭേദകര, എന്റെ കുലത്തെ മുഴുവൻ നശിപ്പിച്ചവനെ, അധമ. ഇങ്ങനെയൊന്നും ശരിക്കും ആ കുഞ്ഞിനെ വിളിക്കാൻ പാടില്ല അല്ലെ? വിളിക്കാൻ പാടില്ലാത്ത എല്ലാ വാക്കുകളും ആ പ്രഹ്ലാദനെ വിളിച്ചിട്ട് കോപാവേശം കൊണ്ട് ശരീരം മുഴുവനും വിറച്ചു നിൽക്കുന്ന ഹിരണ്യകശിപു പറഞ്ഞു, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. സ്തബ്ധം പക്ഷാസനോദ്ഭൂതം നേശ്യത്വാന്ത യമക്ഷയം. പലതവണ ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയതാണ്, പക്ഷേ അന്നൊക്കെ നീ എന്തോ സൂത്രം ഉപയോഗിച്ച് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് എന്റെ കൈകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ യമപുരിയിലേക്ക് പറഞ്ഞയക്കുന്നത്. നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. ഞാനൊന്ന് ദേഷ്യം പിടിച്ചാൽ ത്രയോ ലോകാഹ സഹേശ്വരാഹ, ഈ 14 ലോകങ്ങൾ മുഴുവനും ഞാനൊന്ന് ദേഷ്യം പിടിച്ചാൽ ആകെ വിറയ്ക്കുന്നതാണ്. അത്രയും ലോകത്തിൽ എല്ലാവരും എന്നെ ഭയപ്പെടുമ്പോൾ ഒട്ടും ഭയമില്ലാതെ മൂഢനായ നീ എന്റെ ശാസനത്തെ അതിക്രമിച്ചുവെങ്കിൽ നിനക്കാരോ ഒരാൾ നിന്റെ പിന്നിൽ ബലമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരാണ് നിനക്ക് ബലം തരുന്നത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ വളരെ ശാന്തമായ ഭാവത്തിൽ മറുപടി പറഞ്ഞു, കേവലം മേ ഭവതശ്ച രാജൻ. ഹേ രാജൻ, എനിക്ക് മാത്രമല്ല അങ്ങേക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ബലം നൽകുന്നത് ഹരിയാണ്. ഹിരണ്യകശിപു മറുപടി കേട്ടപ്പോൾ പറഞ്ഞു, വ്യക്തം മർത്തുകാമഹ അസി,
നീ മരിക്കാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മരണസമയം വന്നാൽ ആൾക്കാർ എന്തെല്ലാമോ പരസ്പരം ബന്ധമില്ലാതെ പറയാറുണ്ട്. അതുകൊണ്ട് നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നീ മരണാസന്നനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നീ പറയുന്നു മദന്യോ ജഗദീശ്വര, ഈ പ്രപഞ്ചത്തിൽ ഞാനല്ലാതെ രണ്ടാമതൊരു ജഗദീശ്വരനുണ്ട് എന്നാണല്ലോ നീ പറഞ്ഞതിൻ്റെ അർത്ഥം. നിനക്കറിയോ, ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാ ലോകങ്ങളിലും അന്വേഷിച്ചു. 14 ലോകങ്ങളിൽ മുഴുവൻ അന്വേഷിച്ചിട്ടും ഞാനൊരു ഈശ്വരനെയും കണ്ടിട്ടില്ല. ആരോ പറഞ്ഞു കേട്ടു വൈകുണ്ഠത്തിൽ ഒരു ഈശ്വരനുണ്ട്, അവനാണത്രേ എൻ്റെ സഹോദരനെ നിഗ്രഹിച്ചത്. അവനെ കാണാൻ വേണ്ടി ഞാൻ വൈകുണ്ഠലോകം വരെ പോയി. വൈകുണ്ഠലോകത്തിലുള്ള എല്ലാ മുറികളും എല്ലാ ഗോപുരദ്വാരങ്ങളും എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പെറുക്കി നോക്കിയിട്ട് പോലും നീ പറയുന്നത് പോലെ ഒരു ഈശ്വരനെയും ഞാൻ വൈകുണ്ഠലോകത്തിലും കണ്ടിട്ടില്ല. എന്നിട്ട് നീ പറയുന്നു മദന്യോ ജഗദീശ്വര, ഞാനല്ലാതെ അന്യനായ ഒരു ജഗദീശ്വരൻ ഉണ്ടെന്നാണോ നീ പറയണത്? എങ്കിൽ വാസൗ, ആ ഈശ്വരൻ എവിടെയാണ്? ഉടനെ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, സർവത്ര. ഈശ്വരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയില്ല. ഉടനെ പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലായിടത്തും ആ ഭഗവാനുണ്ട്. അപ്പൊ അവിടെ ഒരു തൂണുണ്ടായിരുന്നു. ആ തൂണിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിരണ്യകശിപു ചോദിച്ചു, കസ്മാൽ സ്തംഭേ ന, എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തൂണിൽ കാണാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദൻ എന്ത് ചെയ്തു? ആ തൂണിലേക്ക് നോക്കി. തൂണിലേക്ക് നോക്കിയ സമയത്ത് സാക്ഷാൽ നരസിംഹമൂർത്തിയെ പ്രഹ്ലാദനവനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു ദൃശ്യതേ. ദൃശ്യതയെ പറഞ്ഞാൽ എന്താ അർത്ഥം? അതാ അച്ഛാ, തൂണിൽ ഭഗവാനെ ഞാനിതാ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമല്ലേ! ഒരേ ഹിരണ്യകശിപുവും പ്രഹ്ലാദനും ഒരേ സമയത്ത് നോക്കിയപ്പോൾ പ്രഹ്ലാദൻ തൂണിൽ ഭഗവാനെ കണ്ടു, പക്ഷേ ഹിരണ്യകശിപു തൂണിൽ ആരെയും കണ്ടിട്ടില്ല. അപ്പൊ ഹിരണ്യകശിപു പറഞ്ഞു, ഞാൻ നിന്റെ ശിരസ് എൻ്റെ കയ്യിലുള്ള ഈ വാളുകൊണ്ട് വെട്ടി വേർപെടുത്താൻ പോവുകയാണ്. ഗോപായേത ഹരിസ്വാദ്യ, നിന്നെ രക്ഷിക്കുന്ന ഒരു ഹരി ഉണ്ടെങ്കിൽ ആ ഭഗവാൻ നിന്നെ രക്ഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് തൻ്റെ വാളുറയിൽ നിന്ന് വാളെടുത്ത് ഹിരണ്യകശിപു ആ വാള് കുറേ നേരം ചലിപ്പിച്ചു. എന്നിട്ട് ഈ വാളുകൊണ്ട് പ്രഹ്ലാദന്റെ കഴുത്ത് വെട്ടണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രഹ്ലാദന്റെ കഴുത്ത് വെട്ടുന്നതിന് മുമ്പ് ആ തൂണിൽ ഒരു ഈശ്വരനും ഇല്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വാള് പിടിച്ച തൻ്റെ വലത്തെ കൈയിൻ്റെ മുഷ്ടി കൊണ്ട് ആ തൂണിലേക്ക് ആഞ്ഞടിച്ചത്. ആ തൂണിലേക്ക് ആഞ്ഞടിച്ചപ്പോഴാണ് അതിൽ നിന്ന് അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട സമയത്ത് തൂണമായിട്ട് പൊട്ടിപ്പിളർന്നതായിട്ട് കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഹിരണ്യകശിപു നേരെ ആ തൂണിലേക്ക് നോക്കിയപ്പോൾ അവിടെയാണ് സാക്ഷാൽ ഭഗവാനെ നരസിംഹാകൃതിയിൽ കണ്ടത്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ജഭൂതേഷ്വഖിലേഷു ജാത്മന അദൃശ്യത അത്യത്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമഗർണമാനുഷം. സത്യം വിധാതും, എത്രയോ എത്രയോ ഭക്തന്മാരുടെ വാക്കുകൾ, സാക്ഷാൽ ഭഗവാന്റെ വാക്കുകളെല്ലാം തന്നെ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ തൂണിൽ നിന്ന് നരഹരിയായിട്ട് ആവിർഭവിച്ചത്. ഹിരണ്യകശിപു നോക്കി, മൃഗമാണോ അല്ല, മനുഷ്യനാണോ അല്ല. കുറെ നേരം നോക്കിയപ്പോഴാണ് ആ നരഹരി രൂപപ്പെടുത്ത ഭഗവാൻ വലുതായി വലുതായി വരാൻ തുടങ്ങി. എത്രയോ ഭഗവാൻ വലുതായി വരുന്ന സമയത്ത് ഹിരണ്യകശിപുവിന് ആ ഭഗവാന്റെ രൂപം നല്ലതുപോലെ കാണാൻ കഴിഞ്ഞു. ഭഗവാന്റെ കഴുത്തിന്റെ മുകളിലേക്കൊക്കെ സിംഹത്തിന്റെ രൂപമായിരുന്നു, കഴുത്തിന്റെ താഴത്തേക്കൊക്കെ മനുഷ്യന്റെ രൂപമായിരുന്നു. ഭഗവാന് എത്ര കൈകളാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. എത്രയോ കൈകൾ ഭഗവാൻ ഉണ്ടായിരുന്നു. ആ കൈകളിലൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങൾ ഭഗവാൻ ധരിച്ചിരുന്നു. ഭഗവാന്റെ തിരുമുഖത്തുള്ള കണ്ണിലേക്ക് നോക്കാനേ കഴിയില്ല. സ്വർണം നന്നായിട്ട് തിളച്ചു മറയുന്ന സമയത്ത് അതിലേക്ക് നോക്കാൻ കഴിയാത്തതുപോലെയായിരുന്നു ആ ഭഗവാന്റെ കണ്ണുകളിലുള്ള ക്രൗര്യഭാവം. പിന്നെ ഭഗവാന്റെ നാവ് ഭഗവാൻ പുറത്തേക്ക് നീട്ടിയിരുന്നു. അതിഭയങ്കരമായ അട്ടഹാസങ്ങൾ ഭഗവാൻ ചെയ്തിരുന്നു. കുറേ നേരം ഹിരണ്യകശിപു ആ ഭഗവാനെ നോക്കിയപ്പോൾ മനസ്സിലായി, ഇതേ ഈശ്വരനാണ് എൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ കൊണ്ട് വേറൊരു രൂപത്തിൽ വന്ന് നിഗ്രഹിച്ചത്.
പിന്നെ അവിടെ വെച്ച് ഹിരണ്യകശിപു ഭഗവാനോട് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് ഞാൻ പല പല ലോകങ്ങളിലും ചെന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് നിന്നെ നേരിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ശൂലം കൊണ്ട് നിന്റെ മാറിടം കുത്തിപ്പിളർന്ന് നിന്റെ ചോര കൊണ്ട് മരിച്ചുപോയ ആ ഹിരണ്യാക്ഷന് ഞാനിത് അർപ്പണം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചു. ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചു. രണ്ടുപേരും കൂടി എത്രയോ നേരം ഘോരമായ യുദ്ധം നടന്നു. ദേവന്മാരൊക്കെ കുറേ ദൂരം മാറി നിന്ന് ആ യുദ്ധം നോക്കി നിന്നു. രണ്ടാളും ജയിക്കുന്നുമില്ല, കൊല്ലുന്നുമില്ല. ദേവന്മാർക്ക് പേടിയായി, എന്തെങ്കിലും കാരണവശാൽ ഈ യുദ്ധത്തിൽ ഹിരണ്യകശിപു ജയിച്ചാൽ അയ്യോ, അതവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒരാളും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. ഭഗവാൻ മതകാത്തിരിക്കുകയായിരുന്നു. സന്ധ്യ ആവാറായി എന്ന് കണ്ടപ്പോൾ അതുവരെ ഭഗവാൻ ഒരു ലീലയാടുന്നത് പോലെ യുദ്ധം ചെയ്തു. സന്ധ്യ ആവാറായി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ ഒന്നായിട്ട് പിടിച്ചു. എന്നിട്ട് അവൻ്റെ ചെവിയിൽ ഭഗവാൻ അട്ടഹാസം കൊടുത്തു. അട്ടഹാസത്തിൽ എന്നെ ആരും തോൽപ്പിക്കരുത് എന്നുള്ളൊരു വരം വാങ്ങാൻ ശരിക്കും ഈ ഹിരണ്യകശിപു മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അട്ടഹാസത്തോടുകൂടി വിപീലിതാക്ഷം, ഹിരണ്യകശിപുവിൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞു, എല്ലാ നാഡികളും തളർന്നു. ജഗൃഹേ മഹാജവ, നല്ല വേഗതയുള്ള ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ ഒന്നായിട്ട് പിടിച്ചു. അകത്തുനിന്നോ പുറത്തുനിന്നോ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ ഉമ്മറപ്പടിയിലിരുന്നു. ആകാശത്തിൽ വെച്ചോ ഭൂമിയിൽ വെച്ചോ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ തന്റെ മടിയിലേക്ക് തള്ളിയിട്ടു. ഭഗവാൻ തന്റെ ഒരു കൈ ഹിരണ്യകശിപുവിന്റെ രണ്ട് കാലിന്റെ മുകളിൽ അമർത്തി വെച്ചപ്പോൾ പിന്നെ ആ കാലുകൾ പൊങ്ങിയില്ല. തല പൊങ്ങിയ സമയത്ത് ഭഗവാൻ ഒരു കൈ ഹിരണ്യകശിപുവിന്റെ കഴുത്തിൽ പിടിച്ചു താഴ്ത്തി. പിന്നെ ഹിരണ്യകശിപുവിന് തലയും പൊക്കാൻ കഴിഞ്ഞില്ല. കാലും തലയൊന്നും പൊക്കാൻ പറ്റാതെയായപ്പോഴാണ് ഹിരണ്യകശിപു തന്റെ വിശാലമായ മാറിടം പൊക്കി രക്ഷപ്പെടാൻ നോക്കി. അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ മടിയിൽ കിടത്തിയതുകൊണ്ട് കാര്യമില്ല. നിനക്കൊരു ആയുധം കൊണ്ടും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടെങ്കിൽ നീ പരീക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പരീക്ഷിച്ചു നോക്കിയത്രേ. ഭഗവാന്റെ കൈകളിൽ ഗദയുണ്ട്, ശൂലമുണ്ട്, പല പല ആയുധങ്ങളും ആ വിരിഞ്ഞ മാറിടത്തിലേക്ക് മാറി മാറി പ്രയോഗിച്ചിട്ട് പോലും അവന്റെ ഒരു തോല് പോലും ഇളക്കാൻ കഴിഞ്ഞില്ല. ഹിരണ്യകശിപു അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായി തീരും. ഈ യുദ്ധത്തിൽ ഞാൻ തന്നെ ജയിക്കും. കാരണം എന്നെ കുറിച്ച് മഹാവിഷ്ണു നിനക്ക് യാതൊന്നും അറിയുകയില്ല. ഇത്രയോ ഹിരണ്യകശിപു പറഞ്ഞപ്പോൾ ഭഗവാൻ കലസ്വരൂപിയായ ഭഗവാൻ നോക്കി. കൃത്യമായ മുഹൂർത്തമായിരിക്കുന്നു. ഇത് പകലുമല്ല രാത്രിയുമല്ല. ഈ ഒരു മുഹൂർത്തം ഇതുപോലെ കിട്ടുകയില്ല. ആ ശരിയായ മുഹൂർത്തം വന്നപ്പോഴാണ് ഭഗവാൻ തന്റെ രണ്ട് കൈകളിലുള്ള ആ ക്രൂരങ്ങളായ നഖങ്ങളൊക്കെ ഹിരണ്യകശിപുവിന്റെ മാറിടത്തിലേക്ക് താഴ്ത്തിയപ്പോൾ ഗത കൊണ്ട് പോലും തോലിളക്കാൻ പറ്റാതിരുന്ന ആ ഹിരണ്യകശിപുവിന്റെ മാറിടത്തിൽ നിന്ന് ചോര കുടുകുടയെ ചടാൻ തുടങ്ങി. ഭഗവാൻ ആവേശമായിരുന്നു അത്രേ. ആ ചോര മുഴുവനും തന്റെ കൈകൊണ്ടെടുത്ത് തർപ്പണം ചെയ്ത് ഇപ്പൊ ഭഗവാന്റെ തിരുമേനി മുഴുവനും ഹിരണ്യകശിപുവിന്റെ ചോര, ആ മാംസകഷ്ണങ്ങളൊക്കെ ഭഗവാൻ എടുത്ത് കടിച്ചു വലിച്ചപ്പോഴെന്തായി? ആ ഹിരണ്യകശിപുവിന്റെ മാംസകഷ്ണങ്ങളായിരുന്നു ഭഗവാന്റെ വായിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും. അവസാനം ഭഗവാൻ നോക്കി അവന്റെ കുടൽമാലകളൊക്കെ തന്റെ നഖങ്ങളെ കൊണ്ട് വലിച്ചെടുത്തു. അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ മാല ചാർത്തണമെന്നാണ് പറയാം. ആ ഹിരണ്യകശിപുവിന്റെ കുടൽമാലകളൊക്കെ ഭഗവാൻ തന്നെ തന്റെ കഴുത്തിൽ മാല ചാർത്തുന്നത് പോലെ ചാർത്തി. അവസാനം അവന്റെ സരോരുഹം നഖാങ്കുരോൽപാടിക, തന്റെ നഖങ്ങളെ കൊണ്ട് ഭഗവാൻ ആ ഹിരണ്യകശിപുവിന്റെ ഹൃദയമാകുന്ന താമരപ്പൂവ് പിടിച്ച് പൊക്കി അതിലേക്ക് നോക്കി. ഇപ്പൊ ഭഗവാന്റെ കയ്യിൽ നിന്ന് ചോരങ്ങനെ താഴത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ ഹൃദയത്തിലേക്ക് ഭഗവാൻ നോക്കിയപ്പോൾ അവനവനെ തന്നെ കണ്ടു. ഇതാണ് ഈ കഥയുടെ സാരം. സ്വന്തം ഹൃദയത്തിലിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ എല്ലാ ലോകങ്ങളിലും അന്വേഷിച്ച് കാണാത്ത ഹിരണ്യകശിപു മറന്നുപോയി. ആ ഈശ്വരൻ എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുറേ നേരം ഭഗവാൻ അട്ടഹാസം ചെയ്ത് പൊട്ടിച്ചിരിച്ച് ആ കയ്യിലുണ്ടായിരുന്ന ഹിരണ്യകശിപുവിന്റെ ഹൃദയവും വലിച്ചെറിഞ്ഞു. ഹൃദയം മാത്രമല്ല, തൻ്റെ പടിയിലിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ ആ ശരീരവും വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാൻ കുറേ നേരം ആകാശ
ആകാശത്തിലേക്ക് ഉയർന്നുയർന്ന് ചാടി എത്രയോ നേരം അട്ടഹാസം ചെയ്തു. ഓരോരോ തവണ ഭഗവാൻ ചാടി അട്ടഹാസം ചെയ്യുമ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ കരിഞ്ഞു വീഴാൻ തുടങ്ങി. എത്രയോ 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 ഗ്രഹങ്ങളൊക്കെ പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. സമുദ്രത്തിലൊക്കെ എത്രയോ വലിയ കൂറ്റൻ തിരമാലകളുണ്ടായി. എല്ലാ ദേവന്മാർക്കും മനസ്സിലായി ഇനി ഈ പ്രപഞ്ചത്തിന്റെ ആയുസ് അല്പനിമിഷങ്ങൾ മാത്രം. ഭഗവാന്റെ ദേഷ്യം തീർക്കാൻ എന്താണ് മാർഗമെന്ന് അറിയാതെ ഓരോരുത്തരും ഭഗവാനെ സ്തുതിച്ചു. ബ്രഹ്മാവൊക്കെ സ്വതവേ ധാരാളം സ്തുതിക്കാറുണ്ട്. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിൽ നോക്കിയാൽ ആകെ ഒരു ശ്ലോകം കൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചത്. ബ്രഹ്മാവിന്റെ നേരെ ഭഗവാൻ നോക്കി അട്ടഹാസം ചെയ്തു എന്ന് പറയാറുണ്ട്. അതോടുകൂടി ബ്രഹ്മാവ് സ്തുതി അവസാനിപ്പിച്ചു. രുദ്രനെ പോലുള്ളവര്, ദേവേന്ദ്രൻ, മഹർഷിമാര്, പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങള്, മരുക്കള്, പ്രജാപതികള്, ഗന്ധർവന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, നിപുരുഷന്മാര് പലരും മാറി മാറി സ്തുതിച്ചിട്ടും ഭഗവാന്റെ ദേഷ്യം തീർന്നില്ല. അവസാനം ലക്ഷ്മി ദേവിയെ പറഞ്ഞയച്ചു. ലക്ഷ്മി ദേവിക്കും ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടപ്പോഴാണ് ബ്രഹ്മാവ് നേരെ പ്രഹ്ലാദന്റെ മുന്നിലേക്ക് ചെന്നു. ആ പ്രഹ്ലാദനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പ്രഹ്ലാദന്റെ കെട്ടഴിച്ചു. പ്രഹ്ലാദന്റെ കെട്ടഴിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ആ അച്ഛൻ്റെ നേരെ കൊപിച്ചിരിക്കുന്ന ഭഗവാന്റെ ദേഷ്യം നിർത്താൻ കഴിയും? പ്രഹ്ലാദൻ കാര്യമായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. നേരെ നടന്ന് ആ നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് ചെന്നു. മറ്റാരും ചെയ്യാത്ത കാര്യമാണ് പ്രഹ്ലാദൻ ചെയ്തത്. സ്വപാദമൂലേ പതിതം തമഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുത. നരസിംഹമൂർത്തിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ അങ്ങനെ ദേഷ്യം പിടിച്ച് അലറി വിളിച്ചിരിക്കുമ്പോഴാണ് ആരോ ഒരാള് തൻ്റെ പാദത്തിൽ തൊട്ടതായിട്ട് മനസ്സിലായി. തൻ്റെ പാദത്തിൽ ആരോ കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്തതായി മനസ്സിലായപ്പോൾ ഭഗവാൻ മെല്ലെ താഴത്തേക്ക് നോക്കി. ഇതാണ് നരസിംഹാവതാരത്തിലെ അത്ഭുതകരമായ ഭഗവാന്റെ നോട്ടം എന്ന് വ്യാഖ്യാതാക്കൾ ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടാണ്. ഭഗവാൻ മെല്ലെ താഴത്തേക്ക് നോക്കിയപ്പോൾ സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ. ഭഗവാൻ ആ താഴത്തേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? പ്രഹ്ലാദനെ കണ്ടു. പ്രഹ്ലാദനെ കണ്ടതോടുകൂടി ആ നരസിംഹമൂർത്തിയുടെ എല്ലാ ഉപാവേശവും എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. ഭഗവാന്റെ അനേകം കൈകളൊക്കെ അപ്രത്യക്ഷമായി. കണ്ണിലുണ്ടായിരുന്ന ക്രൗര്യഭാവം പോയി. ഭഗവാൻ ശാന്ത നരസിംഹമൂർത്തിയായിട്ട് മാറി. ആ കൈകളിലുണ്ടായിരുന്ന നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞുപോയി. താമരപ്പൂവിനേക്കാൾ മൃദുലങ്ങളായ തൻ്റെ 2 കൈകളെ കൊണ്ട് പതിതം തമർഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുത ഉത്ഥാപ്യ. ഉത്ഥാപ്യ എന്ന അവ്യയത്തിന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്നാണ് അർത്ഥം. തൻ്റെ പാദത്തിൽ വീണ് കിടക്കുന്ന ആ പ്രഹ്ലാദ ബാലനെ ഭഗവാൻ തൻ്റെ കൈകളെ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഭഗവാൻ തന്നെ തൻ്റെ മടിയിൽ വെച്ചു. പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ച് ഭഗവാൻ നല്ലതുപോലെ അനുഗ്രഹിച്ചു. എന്താണ് നരസിംഹമൂർത്തി ആ സമയത്ത് പ്രഹ്ലാദന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞത്, സങ്കല്പിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭഗവാനെ മനസ്സിലായി. ഭഗവാന്റെ കയ്യിൻ്റെ മുകളിൽ ആരോ ഒരാൾ കൈ വെച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ മെല്ലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ലക്ഷ്മി ദേവിയാണ്. നേരത്തെ അകപാടെ പരിഭ്രമിച്ച് ഓടിപ്പോയ ആ ലക്ഷ്മി ദേവിയും ഭഗവാന്റെ കയ്യിൻ്റെ മുകളിൽ കൈവച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മി നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ വലിയ സന്തോഷമായി. എന്നിട്ട് ആ പ്രഹ്ലാദനെ ഭഗവാൻ മാത്രമല്ല ലക്ഷ്മി ദേവിയും നല്ലതുപോലെ അനുഗ്രഹിച്ചു. കുറച്ചു നേരത്തേക്ക് ഭഗവാൻ ഒന്നും മിണ്ടിയില്ല, ലക്ഷ്മി ദേവിയും ഒന്നും മിണ്ടിയില്ല, പ്രഹ്ലാദനും യാതൊന്നും ഉരിയാടിയില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞു, ഞാൻ നിന്റെ സ്തുതി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലക്ഷ്മി ദേവി ഒന്ന് തനകുലുക്കി. എന്താ അതിൻ്റെ അർത്ഥം? ഞാനും എന്നർത്ഥം. അവിടെ വച്ചിട്ടാണ് പ്രഹ്ലാദൻ എത്രയോ 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 മന്ത്രങ്ങളെ കൊണ്ട് ആ നരസിംഹമൂർത്തിയെ സ്തുതിച്ച പ്രഹ്ലാദ സ്തുതി മുഴുവനും ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് വായിക്കാം. അങ്ങനെ ആ സ്തുതിയൊക്കെ കേട്ട് പ്രസന്നനായ ഭഗവാൻ അവസാനം പ്രഹ്ലാദനോട് ചോദിച്ചു, എന്താ നിനക്ക് വരം വേണ്ടത്? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കങ്ങനെ വരങ്ങളൊന്നും ആവശ്യമില്ല ഭഗവാൻ. അങ്ങനെ പറയരുത്, ഏതെങ്കിലും ഒരു വരം നീ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ ഒരു വരമാണ് ചോദിച്ചത്. കാമാനാം
ഹൃദി അസംരോഹം. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരാശയമാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും പൊട്ടിമുളച്ചു വരാത്ത രീതിയിലുള്ള ഒരനുഗ്രഹമാണ് ഭഗവാനെ എനിക്ക് വേണ്ടത്. ഇങ്ങനെയൊരു വരം ലോകത്തിലാരും ചോദിച്ചിട്ടുണ്ടാവില്ല. പ്രഹ്ലാദന് ഭഗവാൻ അത് മാത്രമല്ല, എത്രയോ 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 വരങ്ങൾ കൊടുത്ത് ആ പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിച്ച ദിവ്യമായ ലീലയാണ് നമ്മൾ എപ്പോഴേലും അനുസ്മരിച്ചത്. ആ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആ ഭഗവാനെ ഒന്നുകൂടി നമസ്കരിക്കാം.